ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങൾ പോകുന്നത് നാട്ടിലോട്ടാണ്. അതും ഓണം കൂടാൻ. എല്ലാവരും ഭയങ്കര ഹാപ്പിയിലാണ് ഇത്തവണ നാട്ടിൽ പോകുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് എയർപോർട്ട് മെട്രോ ആണ്. ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ചെന്നൈ സെൻട്രൽ ആണ് പോവേണ്ടത്. ഞങ്ങളിവിടെ എത്തിയതും മെട്രോ വന്നു. അപ്പോൾ ഇനി കയറാൻ പോവുകയാണ്. നമുക്കിനി കയറിയിട്ട് നെക്സ്റ്റ് വിശേഷങ്ങളെല്ലാം പറയാം. ഞാൻ ഫസ്റ്റ് കയറി സീറ്റിലിരിക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ ഇവിടെ സീറ്റിലിരുന്നു. മെട്രോ എടുത്തു. അപ്പോൾ ഈ കാണുന്നതാണ് എയർപോർട്ട്. നൈറ്റ് ആയതുകൊണ്ട് തന്നെ ഫുൾ ലൈറ്റാണ്, അതുകൊണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ ഞങ്ങൾക്ക് ഇവിടെ എയർപോർട്ട് മെട്രോയിൽ നിന്ന് ചെന്നൈ സെൻട്രലിൽ എത്തണമെങ്കിൽ ഒരു ½ വേണം. ഇത്തവണ എമിയുടെ ഫസ്റ്റ് ഓണമാണ്. അതുപോലെ തന്നെ സനുവേട്ടൻ്റെ കുറേ വർഷങ്ങൾക്ക് ശേഷമുള്ള നാട്ടിലെ ഓണം കൂടിയാണ് ഇത്. അങ്ങനെ ഞങ്ങൾക്ക് സ്റ്റേഷൻ എത്താറായി, ചെന്നൈ സെൻട്രൽ. ഇനി ഇവിടെ നിന്ന് ഇറങ്ങി കുറച്ചൊന്ന് നടന്നാലാണ് നമ്മൾ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നത്. ഞാൻ ഫുള്ളി ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഓടി ചാടി കളിക്കുന്നുണ്ട്. ലിഫ്റ്റിലെല്ലാം ഞങ്ങളെക്കാളും മുന്നേ അവൻ കയറി പോകുന്നുണ്ട്. ഞാൻ വളരെ ഹാപ്പിയാണ് നാട്ടിൽ പോകാൻ. അവിടെ എല്ലാവരും ഉണ്ട്. ഷാനേട്ടൻ, പാറു ചേച്ചി, നെഹലു, അങ്ങനെ എല്ലാവരും. അവൻ ഫുൾ എക്സൈറ്റഡ് ആണ് ഓണം കൂടാൻ. അവനെപ്പോലെ തന്നെ ഞങ്ങളും നല്ല ഹാപ്പിയാണ്. കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് ഓണത്തിന് നാട്ടിൽ പോകാൻ കഴിഞ്ഞില്ലായിരുന്നു. അതുകൊണ്ട് ഇത്തവണ ഉറപ്പായ ഓണത്തിന് നാട്ടിൽ പോകണമെന്ന് നേരത്തെ പ്ലാൻ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിരുന്നു. അവനെ പോലെ തന്നെ ഞങ്ങളും ഇപ്പോൾ ആക്ച്വലി എല്ലാവരുമായിട്ട് ഓണം കൂടാൻ റെഡി ആയിട്ട് പോവുകയാണ്. അവൻ ചോദിക്കുന്നതിൻ്റെ ഇടയിലൊക്കെ ലേറ്റായോ, ട്രെയിൻ മിസ്സാവുമോ എന്നൊക്കെ. അങ്ങനെ നമ്മൾ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ എത്താനായി. അങ്ങനെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഭയങ്കര ക്രൗഡാണ്. പിന്നെ ഫുൾ ലൈറ്റും ഉണ്ട് എല്ലാവരുടെയും. അതുകൊണ്ട് കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട്. ചുറ്റും ലൈറ്റാണ്. പിന്നെ ഞങ്ങളിവിടെ കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്ത് എന്നിട്ടാണ് ഇതിൻ്റെ ഉള്ളിലോട്ട് പോയത്, റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലോട്ട്.
ഇനി കുറച്ച് നടക്കാനുണ്ട്. ഞങ്ങൾക്ക് ട്രെയിൻ 9:40 അതുകൊണ്ട് തന്നെ ഒരു ആവാറായി. പ്ലാറ്റ്ഫോമിൽ എന്തായാലും ട്രെയിൻ ഇട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ട്രെയിനിൽ കയറണം. ഇവർക്ക് രണ്ടുപേർക്കും കുറച്ച് ഉറക്കമൊക്കെ വന്നു. എമിയാണേ കുറച്ച് ഉറങ്ങി. ഇപ്പം അങ്ങനെ എണീറ്റു. എന്തായാലും ഉറക്കം വന്നിട്ടുണ്ട്. ഇനി ഒന്ന് ട്രെയിനിൽ കയറി ഒന്ന് സെറ്റാക്കണം. ഞങ്ങൾ മോർണിംഗാണ് അവിടെ എത്തുക. ഉത്രാടമാണ് ആക്ച്വലി നാളെ. ഇവിടെ ഉത്രാടത്തിന് വലിയ പരിപാടി ഉണ്ടാവില്ല. തിരുവോണം ദിവസമാണ് കുറച്ച് നല്ല സദ്യയൊക്കെ ഒരുക്കുന്നത്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അങ്ങനെ ട്രെയിനിൽ കയറി സെറ്റായി. ട്രെയിൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മോർണിംഗ് കാണാം. മോർണിംഗ് തന്നെ മഴ പെയ്തതിൻ്റെ നല്ല കാലാവസ്ഥയുണ്ട്. നല്ല പച്ചപ്പും നല്ല ഒരു ഭംഗിയുള്ള കാലാവസ്ഥ. ഇപ്പം ഞങ്ങൾ പാലക്കാട് ടൗൺ ആണ് എത്തിയത്. ഈ പാലക്കാട് ടൗൺ വഴിയാണ് ട്രെയിൻ പോകുന്നത്. പക്ഷെ ഞങ്ങൾ ഇറങ്ങുന്നത് പാലക്കാട് ജംഗ്ഷനിലാണ്. കുറച്ചൊന്ന് ലേറ്റായി ട്രെയിന്. കുട്ടികൾ ഇതിനിടയിലൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, എന്താ കാണുന്നില്ല, എപ്പോഴാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞ്. പിന്നെ ഞാനോടും സംസാരിച്ച്, എന്താ ഞാനേ കാണാത്തത്, നിനക്ക് വേണ്ടി ചോക്ലേറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, നീ വന്നിട്ടാ കഴിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട് പിള്ളേർ. അവരും നിങ്ങളെ വിളിക്കാൻ വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. നോക്കാം. അങ്ങനെ ഞങ്ങൾ പാലക്കാട് ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെ ദിനു വല്യച്ഛനും കുട്ടികളും ഞങ്ങളെ പിക്ക് ചെയ്യാൻ വരും. അപ്പോൾ ഓക്കെ, ഇവിടെ ഇറങ്ങട്ടെ. എല്ലാവരും ഉണ്ട് പിക്ക് ചെയ്യാൻ. ഇനി ഇവരുടെ സ്നേഹപ്രകടനങ്ങൾ നമുക്ക് കാണാം. അങ്ങനെ മുട്ടിക്കുളം വരെ എത്താറായി. ഇതാണ് ഞങ്ങളുടെ വീട്. പക്ഷെ ഇവിടെ ഇറങ്ങുന്നില്ല. ഇനി നേരെ തറവാട്ടിലോട്ടാണ് പോകുന്നത്. അവിടെയാണ് എല്ലാവരും ഉള്ളത്. അച്ഛമ്മ അപ്പം അമ്മ മാവേലി വെക്കുന്നത് തിരക്കിലാണ്.
ഇതാണ് സുനു വലിയച്ഛൻ. ഓക്കെ ബൈ. വല്യമ്മമാരെ കാണാൻ അച്ഛനും അച്ഛൻ എല്ലാവരും ഉണ്ട്. ഏമി എല്ലാവരും കൂടെ കണ്ടപ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. അതും കുറേ ദിവസങ്ങൾക്ക് ശേഷം. ഏമി എല്ലാവരും കൂടെ കണ്ടപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം കണ്ടത്. അച്ഛമ്മ മാവേലി വയ്ക്കുന്നതിന് വേണ്ടി അണിയലും മാവേലി വയ്ക്കലും ഒക്കെ പരിപാടികളിലാണ്. ഓക്കെ, അപ്പോൾ ഇപ്പം ഞങ്ങൾ എത്തിയതേ ഉള്ളൂ. ഇനി ഞങ്ങൾക്ക് റെഡിയാകണം. പിന്നെ മുണ്ടൂർ പോകണം. അവിടെയാണ് ഇന്ന് ഞങ്ങളുടെ ഉത്രാട സദ്യ. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി അവിടെ എല്ലാവരും വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഓക്കെ അപ്പോൾ ഉത്രാട ദിനാശംസകൾ എല്ലാവർക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. നാളെ നല്ലൊരു വീഡിയോ നോക്കി തിരുവോണ ദിനത്തിൽ നമുക്ക് കാണാവുന്നതാണ്. ഓക്കെ, ബൈ.